ഇന്ത്യ മുന്നണിയുടെ പ്രമുഖ നേതാവും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ സ്റ്റാലിനെക്കുറിച്ച് വരുന്ന വാർത്തകൾ വളരെ ദുഃഖിപ്പിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ വലിയ ഗുരുതരമാണ്. അദ്ദേഹം ആ, ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ടല്ലോ. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അദ്ദേഹത്തിൻ്റെ രോഗനില ഗുരുതരമാണ് എന്നൊരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇതുവരെ വന്നിട്ടില്ല. അദ്ദേഹം ആശുപത്രിയിലാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ബുള്ളറ്റിനാണ് പുറത്തു വന്നിരിക്കുന്നത്. രാവിലെ നടക്കാൻ പോയപ്പോൾ തളർച്ചയുണ്ടാകുകയും കുഴഞ്ഞു വീഴുകയുമായിരുന്നു. എന്താണ് രോഗവിവരം എന്ന് പോലും പൂർണ്ണമായിട്ടും വെളിപ്പെടുത്തിയിട്ടില്ല. ഹൃദയ സംബന്ധമായ രോഗമാണ് എന്ന് അനുമാനിക്കുന്നു. എന്തായാലും ഈ DMK മന്ത്രിസഭയിലെ രണ്ടാമൻ നമ്മുടെ എല്ലാവരും പ്രധാനപ്പെട്ട നോക്കുന്ന അദ്ദേഹത്തിന്റെ മകൻ ഉപമുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖ നേതാക്കളെല്ലാം ഇപ്പോൾ ആശുപത്രിയിൽ തങ്ങുകയാണ്. അതിലാണ് എല്ലാവരും ആശങ്ക. അതെ, അതിലാണ് എല്ലാവർക്കും ഒരു സംശയം. അവിടെയാണ് ഞാൻ മെഡിക്കൽ ബുള്ളറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഔദ്യോഗികമായി മെഡിക്കൽ ബുള്ളറ്റിൻ വരുന്നതിനനുസരിച്ചാണല്ലോ നമ്മൾ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നത്. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഈ ജലവിഭവ മന്ത്രിസഭയിലെ രണ്ടാമൻ ഈ ജലവിഭവ മന്ത്രി ദുരൈ മുരുകൻ ആണെന്നാണ് പറയപ്പെടുന്നത്. സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയൊക്കെ ആണെങ്കിലും ശരിക്കും ഈ മന്ത്രിസഭയിലെ അനുഭവ സമ്പത്തും അറിവും പരിചയവും എല്ലാം വെച്ച് കാര്യങ്ങൾ ചെയ്യാൻ സ്റ്റാലിൻ ഇല്ലെങ്കിൽ അതിന് കഴിയുന്ന ഒരാൾ ദുരൈ മുരുകൻ. ദുരൈ മുരുകൻ ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, അദ്ദേഹം ആരോഗ്യവാനായിട്ട് വളരെ പെട്ടെന്ന് തിരിച്ചു വരും എന്നൊക്കെയാണ്. അത് ഈ പറയുന്നത് പോലെ പൊതുവേ ജനങ്ങളുടെ മുന്നിൽ പറയാൻ വേണ്ടിയിട്ട് ഒരിക്കലും നേതാക്കളുടെ രോഗവിവരങ്ങൾ അങ്ങനെ അങ്ങ് പുറത്തു വിടില്ലല്ലോ, എപ്പോഴും പൊതിഞ്ഞേ പറയാറുള്ളൂ. അത് നമുക്ക് അങ്ങനെയാണെന്ന് കരുതാം. പക്ഷെ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞതുപോലെ സ്റ്റാലിൻ വെറും ഒരു മുഖ്യമന്ത്രി മാത്രമല്ല. തമിഴ്നാട്ടിൽ DMKയുടെ നെടുംതൂണാണ് സ്റ്റാലിൻ. കൃത്യമായ രാഷ്ട്രീയ അടവു നയങ്ങളെല്ലാം നല്ലവണ്ണം അറിയുന്ന, തമിഴ്നാട് രാഷ്ട്രീയം ഉള്ളംകൈയിലെ നെല്ലിക്ക പോലെ പരിചിതമാണ് സ്റ്റാലിന്. കാരണം അച്ഛൻ M കരുണാനിധിയോടൊപ്പം പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ച, വളരെ താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന മേയർ ഉൾപ്പെടെ അതെ ഒരു നേതാവാണ് സ്റ്റാലിൻ. ചെന്നൈയിൽ മേയറായിരുന്നു. അതായത് കൗൺസിലർ സീറ്റിലേക്ക് മത്സരിച്ച് ജയിച്ച് കൗൺസിലറായി, പിന്നീട് മേയറായി. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊക്കെ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കാലത്ത്, അതായത് 90കളുടെ അവസാനം, ആ കാലത്തൊക്കെ ചെന്നൈയിൽ അദ്ദേഹം അടിയന്തരാവസ്ഥ ഉൾപ്പെടെ ആ കാലത്ത് പോലും ഇദ്ദേഹം ജയിലിൽ അടച്ചിട്ടുണ്ട്. അങ്ങനെ വിദ്യാർത്ഥി രാഷ്ട്രീയം തൊട്ടേ, അതായത് കൃത്യമായിട്ടും കരുണാനിധിയുടെ ആ രാഷ്ട്രീയ പാത പിന്തുടർന്ന്, ആ പാരമ്പര്യം പിന്തുടർന്ന് വന്ന ഒരാളാണ് സ്റ്റാലിൻ. കരുണാനിധി അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. സ്വന്തം മകനെ ഇതുപോലെ തന്നെ അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം ജയിലിൽ കിടന്നു, പിന്നീട് കൗൺസിലറായി മത്സരിച്ചു, ചെന്നൈയിലെ മേയറാകുന്നു, അതിനുശേഷമായിരുന്നു MLA ആയി മത്സരിച്ച് മുഖ്യമന്ത്രിയാകുന്നത്. മറിച്ച് സ്റ്റാലിൻ കാണിച്ചതോ സ്വന്തം മകനെ നേരെ നിയമസഭയിലേക്ക് ഓട് പൊളിച്ചിറക്കുന്നത് പോലെ ഇറക്കുകയായിരുന്നു. അത് ശരിയാണ്. പക്ഷെ ഈ സ്റ്റാലിനെ സംബന്ധിച്ച്, സ്റ്റാലിൻ ഈ താഴെത്തട്ട് തൊട്ട് വളർന്നു വന്ന കരുണാനിധിയുടെ മക്കളിൽ കൃത്യമായിട്ടും കരുണാനിധിയുടെ ആ രാഷ്ട്രീയ ബുദ്ധി കിട്ടിയത് സ്റ്റാലിനാണ്. കരുണാനിധിക്ക് വേറൊരു ആദ്യ ഭാര്യയിൽ മരിച്ചുപോയ അഴഗിരി വേറൊരാള്, അതിനു മുമ്പൊരു മകനുണ്ട്. അയാൾ സിനിമയിലൊക്കെ അഭിനയിച്ചിരുന്ന് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് ഈ അടുത്ത കാലത്ത് അദ്ദേഹം മരിച്ചുപോയി. പിന്നെ ഉള്ളത് അഴഗിരിയാണ്. അഴഗിരി ഈ മധുരയിലെ ഒരു കിരീടം വെക്കാത്ത രാജാവാണ്. പക്ഷേ അഴഗിരിക്ക് തമിഴല്ലാതെ മറ്റൊരു ഭാഷയെ അറിയില്ല. മാത്രമല്ല രാഷ്ട്രീയം, ഈ സ്റ്റാലിനെ പോലെ രാഷ്ട്രീയം പയറ്റാൻ കഴിയുന്ന ഒരാളല്ല അഴഗിരി. അഴഗിരിയുടേതായ ചില പരിമിതികളൊക്കെ ഉണ്ട്. പിന്നെ മറ്റൊരാൾ കനിമൊഴിയാണ്. ഈ രാസാത്തിയമ്മാൾ എന്ന് പറയുന്ന മൂന്നാമത്തെ ഭാര്യയിൽ ജനിച്ച മകളാണ് കനിമൊഴി. ഈ കനിമൊഴി ഒരു നല്ല രാഷ്ട്രീയക്കാരിയാണ്. കനിമൊഴി ഇപ്പം രാജ്യസഭയിലാണ് പ്രവർത്തിക്കുന്നത്. അവിടെയും സ്റ്റാലിൻ തനിക്കൊരു വെല്ലുവിളി വരാത്ത വണ്ണം അഴഗിരിയെ നേരത്തെ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ച് ജയിപ്പിച്ചു വിട്ടു. കനിമൊഴിയെ രാജ്യസഭയിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരിച്ചു. പക്ഷെ അദ്ദേഹം പരാജയപ്പെട്ടു പോയി. കനിമൊഴി മത്സരിച്ചു. അപ്പോൾ കനിമൊഴിയെ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. കനിമൊഴിയെ സംബന്ധിച്ച് സ്റ്റാലിൻ ഇപ്പോൾ നിലവിൽ ഒരു വെല്ലുവിളിയായിട്ട് കനിമൊഴി വരും എന്ന് തോന്നുന്നില്ല. പക്ഷേ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് അവിടെ BJPയുടെ ശക്തമായ ഒരു മുന്നേറ്റം, നമ്മൾ അണ്ണാമലൈ എന്ന് പറയുന്ന
കെ അണ്ണാമലൈ, കുപ്പുസ്വാമി അണ്ണാമലൈ എന്ന് പറയുന്ന ഒരു IPS ഓഫീസറായിരുന്ന ഒരു ആൾ അത് രാജിവെച്ച് കർണാടകയിലെ തൻ്റെ IPS ജോലി ഉപേക്ഷിച്ച്, പോലീസ് ജോലി ഉപേക്ഷിച്ച് BJPയിൽ ചേരുകയും നരേന്ദ്രമോദിയുടെ വ്യക്തിത്വത്തിൽ ആകൃഷ്ടനായി BJPയിൽ ചേരുകയും തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് കടന്നു ഈ വരികയും തമിഴ്നാട് രാഷ്ട്രീയം ഒരു മുന്നോട്ട് വച്ച് BJPക്ക് വലിയ രീതിയിൽ തലവേദനയാവാൻ സ്റ്റാലിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ BJPയുടെ തീരുമാനം ഉണ്ടല്ലോ, എങ്ങനെയെങ്കിലും ഈ സ്റ്റാലിനെ പുറത്താക്കണമെന്നൊരു തീരുമാനവുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നം വരുന്നത്. ഇങ്ങനെ ആരോഗ്യ പ്രശ്നം വരുമ്പോൾ തന്നെ ഇനി ഒരു തെരഞ്ഞെടുപ്പ് കാലം അടുത്തു വരികയാണ്. അത് പാർട്ടിക്ക് DMKക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുമല്ലോ, പ്രത്യേകിച്ച് പ്രതിപക്ഷം ശക്തിപ്പെടുകയാണ്. ഈ എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ശക്തിപ്പെടുന്നു, ഒരു ഭാഗത്ത് വിജയുടെ പാർട്ടി ശക്തിപ്പെടുന്നു. അങ്ങനെ ഈ DMKക്കെതിരെ, പ്രത്യേകിച്ച് സ്റ്റാലിനെതിരെ എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടാകുമ്പോൾ ഇങ്ങനെ ഒരു ആരോഗ്യ പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ വലിയ വെല്ലുവിളി തന്നെയാണ്. ഇവിടെ ഏറ്റവും വലിയ വെല്ലുവിളി സ്റ്റാലിൻ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് BJPയാണ്. കാരണം BJPക്ക് അണ്ണാമലയെ പോലൊരു മികച്ച നേതാവിനെ കിട്ടി, യുവരക്തം അല്ലേ, ചെറുപ്പക്കാരനാണ്. മാത്രമല്ല തമിഴ്നാട് കണ്ട ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറിൽ ഒരാളായി മാറിയിരിക്കുകയാണ് ഇദ്ദേഹം. ഞാൻ തമിഴ്നാട്ടിലൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഒരു പൊളിറ്റിക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾ തന്നെയാണ്, എന്നെക്കാൾ കുറച്ചുകൂടെ പ്രായമുള്ള ആളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, തമിഴ്നാട്ടിൽ ഒരു റാലി വിജയിപ്പിക്കണമെങ്കിൽ 500 രൂപയും ഒരു പൈൻറ്റും, പിന്നെ അതായത് അരക്കുപ്പി മദ്യവും, പിന്നെ ഒരു പാക്കറ്റ് ആട് ബിരിയാണിയും, ഒരു പാഴ്സൽ ആട് ബിരിയാണിയും വേണം. ഇത് കൊടുത്താലേ തമിഴ്നാട്ടിൽ ആൾ വരുള്ളൂ. ഇത് കൊടുക്കാതെ അവിടെ ആൾ വരുന്ന ഏക ഒരു നേതാവ് BJPയിൽ തന്നെയുള്ള മറ്റു പല നേതാക്കളുണ്ട്. അവർക്കൊന്നുമില്ലാത്ത ഒരു കരിസ്മ ഈ ക്രൗഡ് പുള്ളറായിട്ട് അണ്ണാമലയ്ക്കുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ അവിടെ ഒരു ഇത് കണ്ടു, മുരുക ഭക്ത സംഗമം കണ്ടു. മുരുക ഭക്തന്മാരുടെ ഒരു സംഗമം അവർ നടത്തി. മധുരയിലാണെന്നാണ് ഞാൻ മധുരയ്ക്കടുത്തോ, കൃത്യമായ സ്ഥലം ഞാൻ മറന്നത്. അത് ലക്ഷങ്ങളല്ല കോടികളാണ് ഇത് പങ്കെടുത്തത്. ഒരു ചെറിയ കുംഭമേളയായിരുന്നു അത് എന്ന് പറയാം. ആ തമിഴ്നാട് മൊത്തം അവിടെ ഒഴുകിയെത്തി. അതിൽ പങ്കെടുത്തത് കുപ്പുസ്വാമി അണ്ണാമലയും അതുപോലെ ആന്ധ്ര ഉപമുഖ്യമന്ത്രി പവൻ കല്യാണുമാണ്. അത് ഒരു തമിഴ്നാട്ടിൽ ഉണർന്നു വരുന്ന ഒരു ഹിന്ദുത്വ ശക്തിയുടെ എന്താ പറയുക, ഒരു വലിയ കാഹളമാണ് അവിടെ ഉയർന്നു കേട്ടത്. അത് സ്റ്റാലിനെ ചെറുതൊന്നുമല്ല ആശങ്കയിലാഴ്ത്തിയത്. അത് കണ്ടതോടുകൂടി സ്റ്റാലിൻ ഞെട്ടിപ്പോയി. സ്റ്റാലിൻ അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ ഒരു വലിയ മുരുക പ്രതിമ പണിയാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. നമുക്കറിയാം DMK എന്ന് പറയുന്നത് ഒരു നിരീശ്വരവാദ പ്രസ്ഥാനമാണ്, ദ്രാവിഡ രാഷ്ട്രീയമാണ്. തമിഴ് 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 അതിനെയാണ് പെരിയാറുടെ രാഷ്ട്രീയമാണ്. പെരിയോർ പരിപൂർണമായിട്ടും വിഗ്രഹാരാധനയ്ക്കും ക്ഷേത്രങ്ങൾക്കും ഒക്കെ എതിരായിരുന്നു. പിന്നെ പരമ്പരാഗതമായിട്ട് ഭാരതം പിന്തുടരുന്ന രാമായണം, മഹാഭാരതം, വേദങ്ങൾ, ഉപനിഷത്തുകൾ ഇതിനെല്ലാം എതിരായ നിലപാടെടുത്ത ആളാണ് പെരിയോർ. ആ പെരിയോർ മുന്നോട്ട് വെച്ചൊരു രാഷ്ട്രീയത്തിൻ്റെ ചൂട് പിടിച്ചാണ് ജാതി സമവാക്യങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് ദ്രാവിഡ രാഷ്ട്രീയം തമിഴ്നാട്ടിൽ വളർന്നു വന്നത്. ആ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഈ പറയുന്നത് പോലെ കരുണാനിധിയും MGRും ജയലളിതയും ഒക്കെ ആ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു കണ്ണിയായി വന്ന് നിൽക്കുന്നയാളാണ് സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും. പക്ഷേ അവർ ഞെട്ടിയത് ഈ BJPയുടെ തമിഴ്നാട്ടിലെ വളർച്ച. 1.5% വോട്ടുണ്ടായിരുന്ന പാർട്ടിക്ക് 13.5%ത്തിലേക്ക് വോട്ട് കുതിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഒരു വലിയ മുരുക ഭക്ത സംഗമം പോലെയുള്ള പരിപാടികൾ നടത്തുന്നു. അവിടെ അണ്ണാമലൈ മുന്നോട്ട് വെച്ചൊരു വാദമുണ്ട്, എൻ മണ്ണ് എൻ മക്കൾ, അങ്ങനൊരു സ്ലോഗൻ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തമിഴ്നാട് മുഴുവനും യാത്ര ചെയ്തു. ഇപ്പോൾ ഇത് തമിഴ്നാട്ടിലെ എടപ്പാടി പളനിസ്വാമിയുടെ യാത്ര ഇത് അനൗൺസ് ചെയ്തു. ആ പരിപാടി, ആദ്യത്തെ പരിപാടി പങ്കെടുത്തത് 250 പേരാണ്. മറ്റത് ലക്ഷങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ വന്ന് പങ്കെടുത്തത്. 1 ലക്ഷം 2 ലക്ഷം പേരൊക്കെ കൂട്ടാൻ അണ്ണാമലയ്ക്ക് ഒരു പ്രയാസമില്ല. അണ്ണാമലൈ ഒരു പരിപാടി നടത്തുന്നു എന്ന് പറഞ്ഞാൽ മതി, അവിടേക്ക് ജനം ഒഴുകിയെത്തുന്ന സാഹചര്യമാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്, ഭയപ്പെടുത്തുന്നത് സ്റ്റാലിനെയാണ്. സ്റ്റാലിൻ അറിയാം തൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. സ്റ്റാലിൻ വീണാൽ DMKയുടെ അടിത്തറ, അതുപോലെ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ തന്നെ ഒരു എന്താ പറയുക നിലപാട്, അത് പൊളിഞ്ഞു പോകും.
ഈ ദ്രാവിഡ രാഷ്ട്രീയം എന്ന ആ ഒരു സങ്കേതമുണ്ടല്ലോ, ഇപ്പോൾ സ്റ്റാലിനും ഈ എടപ്പാടി പളനിസ്വാമിയൊക്കെ കയറി നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ആ പ്ലാറ്റ്ഫോം പൊട്ടി തകർന്നു പോകും. അവിടേക്ക് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ ഒരു എന്താ പറയുക, കുത്തി ഒഴുക്ക് തന്നെ ഉണ്ടാകും. അത് തമിഴ്നാടിനെ എടുത്തുലയ്ക്കും, മാറ്റിമറിക്കും എന്ന് സ്റ്റാലിന് നന്നായിട്ടറിയാം. അതിനെ നേരിടാനുള്ള തന്ത്രങ്ങളോ അടവുകളോ ഒന്നും സ്റ്റാലിൻ്റെ കൈവശമില്ല. ഉള്ളതൊക്കെ എടുത്ത് പയറ്റി പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് സ്റ്റാലിൻ്റെ ആരോഗ്യ പ്രശ്നത്തിൻ്റെ മൂല കാരണം. അപ്പോൾ സ്റ്റാലിന് നെഞ്ചുവേദന വരുന്നതും തളർച്ചയുണ്ടാകുന്നതും കുഴഞ്ഞു വീഴുന്നതും ഒന്നും വെറുതെ അല്ല. വരാൻ പോകുന്ന, തമിഴ്നാട്ടിൽ സംഭവിക്കാൻ പോകുന്ന വലിയൊരു രാഷ്ട്രീയ മാറ്റം സ്റ്റാലിൻ മുന്നിൽ കാണുന്നുണ്ട്. അതിൽ ഭയപ്പെട്ടിട്ട് കൂടിയാണ് സ്റ്റാലിന് ഈ മാനസികമായൊരു തകർച്ച കൂടി ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. എന്തായാലും വരാൻ പോകുന്ന, ഇനിയിപ്പോൾ അധിക സമയമില്ലല്ലോ, 7-8 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കണം അവിടെ സംസ്ഥാന നിയമസഭയിലേക്ക്. അപ്പോൾ നമുക്കറിയാം എന്താണ് BJP അവിടെ നേടാൻ പോകുന്നത്. ഈ കുപ്പുസ്വാമി അണ്ണാമലയുടെ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും ഫലമുണ്ടാകുമോ? ആ പ്രയത്നം വിജയിക്കുമോ? ഈ പറഞ്ഞതുപോലെ അവിടെ ഹിന്ദുത്വത്തിൻ്റെ ഒരു ഉണർവ്, ഹിന്ദുത്വത്തിൻ്റെ ഒരു ഉയർച്ച, അതൊക്കെ തമിഴ്നാട്ടിലും സംഭവിക്കുമോ? ദേശീയ രാഷ്ട്രീയത്തിൻ്റെ കുത്തൊഴുക്ക്, അല്ലെങ്കിൽ ആ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഗംഗാനദി തമിഴ്നാട്ടിലേക്കും കൂടെ ഒഴുകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കേരളം പോലെയല്ല. കേരളത്തിൽ സംഘപരിവാറിനും BJPക്കും ഒക്കെ സംഘടനാ സംവിധാനമുണ്ട്. തമിഴ്നാട്ടിൽ അതൊന്നുമില്ലാതെ കേവലം ഒരു വ്യക്തിയുടെയും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ ശ്രമഫലമായിട്ടാണ് തമിഴ്നാട്ടിൽ ഈ വളർച്ചയും വ്യത്യാസവും ഉണ്ടായിരിക്കുന്നത്. അത് സ്റ്റാലിനെ വിറളി പിടിപ്പിച്ചിരിക്കുകയാണ്. സ്റ്റാലിൻ വല്ലാതെ ഭയപ്പെടുകയാണ്. ആ ഭയമാണ് അദ്ദേഹത്തിൻ്റെ രോഗത്തിനും കാരണമെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.